ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാലൂസ് കുക്ക് ആൻഡ് വ്ലോഗ്. ഇന്നത്തെ റെസിപ്പി ഒരു പീനട്ട് ബട്ടർ പോലെ നട്ട്സ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു നട്ട്സ് ബട്ടറാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ പീനട്ടിനാണെന്നുണ്ടെങ്കിൽ പീനട്ട് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു ബട്ടറാണ് തയ്യാറാക്കുന്നത്. പക്ഷേ അതിനെക്കാട്ടി വളരെ ടേസ്റ്റി ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള നട്ട്സുകളെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ വളരെയധികം ടേസ്റ്റി ആയിരിക്കും. അതിൻ്റെ ഗുണങ്ങളും വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റെസിപ്പി നമുക്ക് തയ്യാറാക്കാം. ഇത് കുട്ടികൾക്ക് വേണ്ടിയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. വലിയവർക്ക് ഹെൽത്ത് പ്രോബ്ലം അധികം ഇല്ലാത്തവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻറ്റും വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ വെൽക്കം ടു വീഡിയോ. നട്ട്സ് ബട്ടർ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പിടി കപ്പലണ്ടി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് 2 പിടി ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുതിർത്ത ബദാമൊന്നുമല്ല, ഡ്രൈ ആയിട്ടുള്ള ഒരു ബദാമാണ്. നമ്മളതിൽ 2 പിടി ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ചേർക്കുന്നത് വാൾനട്ടാണ്. വാൾനട്ട് സാധാരണ കുട്ടികൾ അങ്ങനെ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇതേപോലെ ബട്ടർ തയ്യാറാക്കുമ്പോൾ ഈ നട്ട്സിൻ്റെ ബട്ടറൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൽ നമുക്ക് ഉൾപ്പെടുത്തുകയാണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രൈ ഫ്രൂട്ടാണ്. അതിനോടൊപ്പം നമുക്ക് കുറച്ച് കാഷ്യൂ ചേർത്ത് കൊടുക്കാം. കാഷ്യൂ എന്ന് പറയുന്ന 1 പിടി നിറച്ച് കാഷ്യൂ മതി. 2 പിടിയായിട്ട് ഞാൻ ചേർക്കുന്നില്ല, കുറച്ച് കാഷ്യൂ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഈ കാഷ്യൂവും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് കറക്കി എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. അതുകൊണ്ട് പൊടിച്ചെടുത്തിട്ടേ ഉള്ളൂ. ഈ പൊടിച്ചെടുത്തതിൽ എണ്ണയൊന്നും ഇപ്പോൾ തെളിയത്തില്ല. അപ്പോൾ ഈ ഓയിൽ തെളിഞ്ഞ് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേരുമ്പോഴേ ഇതൊരു ക്രീമി ടെക്സ്ചറിലേക്ക് മാറുള്ളൂ. അതിലേക്ക് നമുക്ക് കുറച്ച് മധുരവും കൂടെ വേണമല്ലോ. മധുരവും കൂടെ വരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. ബ്രൗൺ ഷുഗർ ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് ക്വാണ്ടിറ്റി നല്ല രീതിയിലുള്ള നട്ട്സ് ചേർത്തിട്ടുള്ളതുകൊണ്ട് 3-4 ടേബിൾ സ്പൂൺ നമുക്ക് ഈ ബ്രൗൺ ഷുഗറും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നല്ലവണ്ണം അരച്ചിട്ട് വരാം. കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ഓയിലി ആയിട്ടുള്ള ഒരു നട്ട് ബട്ടർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല ടേസ്റ്റാണ്. ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതെല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തിയാണ്.